എറണാകുളം പെരുമ്പാവൂരിനെ ലഹരിമുക്തമാക്കാനുള്ള ദൌത്യത്തിന്റെ ഭാഗമായുള്ള ബഹുജന റാലിയാണ് ഇപ്പോൾ പെരുമ്പാവൂരിൽ നടക്കുന്നത്. തൂഫാൻ ജാഗരൺ എന്ന പേരിലുള്ള റാലി പുരോഗമിക്കുകയാണ്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ എന്നിവർ റാലിയുടെ ഭാഗമാകുന്നുണ്ട്. കൂടാതെ ബെനി ബെഹനാൻ, മനോജ് മുത്തേടൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുണ്ട്. ഇതിനുശേഷം പൊതുസമ്മേളനം അത് രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നേരത്തെ പ്രതിജ്ഞ അത് ആഭ്യന്തരമന്ത്രി ചൊല്ലിക്കൊടുത്തു. ഒപ്പം ഭായ് കോളനിയിലേക്ക് ഇന്ന് ആഭ്യന്തരമന്ത്രി എത്തും എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അതിഥി തൊഴിലാളികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും, അവരുമായി സംവദിക്കും. ലഹരി എന്ന മാരക വിപത്തിന് എതിരെ ജാഗ്രത പുലർത്തണം എന്നത് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യും. വിപിൻ സി വിജയനും വിഷ്ണു സുരേഷും വിശദാംശങ്ങളുമായി. വിപിൻ സി വിജയനിലേക്ക്. വിപിൻ, ഈ റാലി എവിടെയാണ് സമാപിക്കുന്നത്? അതിനുശേഷമുള്ള പൊതുസമ്മേളനം അത് എപ്പോഴാണ്? വിവരങ്ങൾ. അനുജ, അതൊക്കെ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇതിപ്പോൾ സ്റ്റേഡിയത്തിന്റെ മുൻവശത്ത് വെച്ച് ഈ ഒരു റാലി സമാപിക്കും. കനത്ത മഴയാണ് പെരുമ്പാവൂരിൽ. ഈ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള ഒരൊറ്റ മനസ്സോടെ, അല്ലെങ്കിൽ ലഹരിയെ തൂത്തെറിയുക എന്നുള്ള ഒരൊറ്റ മനസ്സോടുകൂടി പെരുമ്പാവൂരുകാരെല്ലാവരും തന്നെ ഒരുമിക്കുന്ന കാഴ്ചയാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ബഹുജന റാലി നടക്കുന്നു. അതിൽ സാംസ്കാരിക പ്രവർത്തകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, പോലീസുകാരുണ്ട്, ഈ നാട്ടിലെ വ്യാപാരികളുണ്ട്. അങ്ങനെ ഈ ലഹരിക്കെതിരെ ഒത്തൊരുമിക്കണമെന്ന് കരുതുന്ന എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ ബഹുജന റാലി അത് തന്നെയാണ് ഇപ്പോൾ പെരുമ്പാവൂരിന്റെ നഗരഹൃദയത്തിലൂടെ നടന്നു വരുന്നത്. നമ്മൾ എല്ലായ്പ്പോഴും അടുത്ത കാലത്തൊക്കെ തന്നെ പെരുമ്പാവൂരിൽ നിന്ന് കേട്ടിട്ടുള്ളത് ഹെറോയിൻ പിടിച്ചു, MDMA പിടിച്ചു, കൊക്കൈൻ പിടിച്ചു, വലിയ മയക്കുമരുന്ന് ഉപയോഗിച്ച് അല്ലെങ്കിൽ ലഹരി കൂടുതലായി ഉപയോഗിച്ച് മരിച്ചു എന്ന സംശയം, മൃതദേഹം ലഭിച്ചു തുടങ്ങിയിരിക്കുന്ന വാർത്തകൾ മാത്രം ഒരു ഘട്ടത്തിൽ വന്നിരുന്ന ഒരു പെരുമ്പാവൂരുണ്ട്. അതിനെ മാറ്റിയെടുക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയതാ ഇത് നാട്ടിന്റെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു വലിയ ബഹുജന റാലി നടത്തുന്നു. ഒരു വലിയ യജ്ഞത്തിന് ഇവിടെ തുടക്കം കുറിക്കുന്നു. അതിന് തൂഫാൻ ജാഗരൺ എന്നുള്ള പേര് കൂടി നിർദ്ദേശിച്ചുകൊണ്ട് ഒരു വലിയ യാത്രയ്ക്ക് ഇവിടെ തുടക്കമാവുകയാണ്. ഇനി ലഹരി വേണ്ട ബായ് എന്ന് നമ്മൾ എല്ലാവരും കൂടി പറയുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. ഒരു നാട് നശിക്കുന്നത് അവിടെ നടക്കുന്ന തിന്മകൾ കൊണ്ട് മാത്രമല്ല, അത് കണ്ടിട്ടും പ്രതികരിക്കാത്തവരെ കൊണ്ട് കൂടിയാണ് എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മഴയെ വകവയ്ക്കാതെ ഇത്രയും ജനങ്ങൾ പെരുമ്പാവൂരിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ജാഥയിൽ മുന്നോട്ട് തീർച്ചയായിട്ടും ലഹരിയുടെ പിടിയിലായിട്ടുണ്ടല്ലേ പലപ്പോഴും? തീർച്ചയായിട്ടും വർഷങ്ങളായി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഈ പ്രഖ്യാപനം നടന്നതിന് ശേഷം ഇന്നലത്തെ കണക്കനുസരിച്ച് 4000-ലധികം കേസുകൾ പിടിക്കപ്പെട്ടതിൽ മഹാഭൂരിപക്ഷവും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വേട്ട നടത്തിയ 18 കോടി രൂപയുടെ വേട്ട നടന്നതും പെരുമ്പാവൂരിൽ നിന്നാണ് എന്നുള്ളതാണ് ഭയപ്പെടുത്തുന്ന ഒരു സത്യം കൂടിയാണത്. അതെ അനുജ, ഈ ഒരു യാത്ര തുടങ്ങിയതിനു ശേഷം, അല്ലെങ്കിൽ ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയതിനു ശേഷം ഏറ്റവും വലിയ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയും കേരളം കണ്ടത് പെരുമ്പാവൂരിൽ നിന്നാണ്. ഏകദേശം 18 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവിടെ നിന്നും അന്ന് പിടിച്ചത്. അത് ഇതര സംസ്ഥാന തൊഴിലാളി ആയിരുന്നില്ല, വൈപ്പിൻ സ്വദേശിയായിട്ടുള്ള ഒരാളായിരുന്നു. അവരുടെ ദമ്പതികളായിരുന്നു. അവർ ഫ്ളാറ്റിൽ വെച്ചാണ് അത് വിൽപ്പന നടത്തിയിരുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ACP കൂടി താമസിക്കുന്ന ഫ്ളാറ്റിൽ, ആ ഫ്ളാറ്റിൽ തന്നെയായിരുന്നു ഇത്രയേറെ ഹൈബ്രിഡ് കഞ്ചാവ് സൂക്ഷിച്ച് വിൽപ്പന നടത്തിയിരുന്നത്. അപ്പോൾ എന്ത് ഭയമുണ്ടായിരുന്നു ഇവർക്കൊക്കെ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതൊരു താവളമാക്കി മാറ്റുകയായിരുന്നു, അതൊരവസരമാക്കി മാറ്റുകയായിരുന്നു. പോലീസിന്റെ കൺമുന്നിൽ തന്നെ വെച്ച് ഇത് ചെയ്യാനൊക്കെയുള്ള ധൈര്യം ഇവർക്കൊക്കെ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് കൂടി ആലോചിക്കേണ്ടതാണ്. അത്രത്തോളം അത് മറ്റൊരു രീതിയിലേക്ക് പെരുമ്പാവൂരിലെ മണ്ണ് മാറിയോ എന്നുള്ള പോലും സംശയം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു ഈ ലഹരിയുടെ ഒരു വ്യാപനം ഉണ്ടായിരുന്നത്. അതിനെ എടുത്തു കളയുന്നതിന് വേണ്ടി ഒത്തൊരുമിച്ച ഒരു യാത്ര ഇവിടെ തുടങ്ങുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ റാലി നടക്കുന്നത്. മഴയാണ്, നല്ല മഴയുണ്ട്. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ മഴയേക്കാൾ വലുതാണ് ഇവിടുത്തെ ലഹരിയുടെ ഏറ്റവും അടിത്തറ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പിഴുതെറിയുന്നതിന് വേണ്ടിയാണ് ഇത്രയേറെ ജനങ്ങൾ ഈ യാത്രയുടെ ഭാഗമായിരിക്കുന്നത്. അതിൽ രാഷ്ട്രീയ ഭേദമന്യേ, അല്ലെങ്കിൽ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് വരുന്നു. അല്ലേ ചേട്ടൻ? എവിടുന്നാ? ഞാൻ ബോംബെ. യെസ്. ഞാൻ വന്ന് ഇവിടെ ഈ തൂഫാൻ റാലിയിൽ അന്നെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഐ എം സോ ഹാപ്പി ദാറ്റ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ടേക്കൺ സച്ച് എൻ ഇനിഷ്യേറ്റീവ്. ബട്ട് ഐ വുഡ് ബി റിയലി ഹാപ്പി ഈ പോലീസുകാരൊക്കെ ഇന്ന് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. ഇതിനു വേണ്ടി വന്നതാണോ അതോ പെരുമ്പാവൂരുകാരനാണോ? കഴിഞ്ഞ 5 മാസം മുതൽ ഞാൻ ഇവിടെ പെരുമ്പാവൂർ ഫിഷ് മാർക്കറ്റിന്റെ അവിടെ എല്ലാ ഞായറാഴ്ച വന്നിട്ട് ഇവരുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്ത് വർക്കായിരുന്നു? ഈ ഡ്രഗ്സിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് സ്പോർട്സ് യൂസ് ചെയ്ത് അതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണം 5 മാസമായിട്ട് നടത്തി വരുമായിരുന്നു. യെസ്, ആൻഡ് ഐ എം സോ ഹാപ്പി. ഇന്ന് ഇപ്പം ഗവൺമെന്റ് ആണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഇനിഷ്യേറ്റീവ് തൂഫാനി കൂടെ എടുത്ത് ചെയ്യുന്നുണ്ട്. ബോംബെയിലെ ചുമന്ന തെരുവില്
ഐ ഹാവ് യു സ്പോർട്സ്. ഞാനൊരു ഹോക്കി പ്ലെയർ ആയിരുന്നു. സ്പോർട്സിൽ കൂടുന്ന ഞാൻ അവിടുത്തെ റെഡ് ലൈറ്റ് ഏരിയയിലെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്തു. ഏകദേശം 800-നെക്കാട്ടിലും പെൺകുട്ടികളെ റെസ്ക്യൂ ചെയ്തു. സോ ഐ നോ ദ പവർ ഓഫ് സ്പോർട്സ്. ചുമ്മാ ഒരു റാലി മാത്രം ഇത് ചെയ്തിട്ടല്ല, ഇതിൽ കൂടുന്ന സംതിങ് ഹോളിസ്റ്റിക് ആൻഡ് കൺസ്ട്രക്റ്റീവും നടക്കണം. നമ്മളൊരു തുടക്കം ഇടുകയാണ്. Yes, that is very good. And my suggestion to the police and also to the Home Minister is അവിടെ പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ 5 മാസത്തിൽ ഒരു ദിവസം പോലും ഞാൻ ഒരു പോലീസിനെ പോലും അവിടെ കണ്ടിട്ടില്ല. So there has to be policemen over there. So there has to be the fear. അതൊന്നും ഇല്ല. കാരണം ഒരു റെയ്ഡ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് അന്നെങ്കിൽ പിന്നെയും വന്നെങ്കിൽ അവരത് കണ്ടിന്യൂ ചെയ്യും. So such type of changes should happen at the ground level. എന്താ താങ്കളുടെ പേര്? ആൻസൺ തോമസ്. തോമസിനെ താങ്കളെ പോലുള്ളവരെ ഇന്ന് നാടിലെ വലിയൊരു ഉപകാരമാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു. ഷുവർ. അതെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞത് റിയാലിറ്റിയാണ്. അതായത് ഏറ്റവും ഗ്രൗണ്ടിൽ നിന്നുള്ള കാഴ്ചകളും കാര്യങ്ങളുമാണ് പറഞ്ഞത്. 5 മാസമായിട്ട് ഇവിടെ പ്രവർത്തിക്കുകയായിരുന്നു. ആ പ്രവൃത്തിയിൽ അദ്ദേഹത്തിന് മനസ്സിലായത് ഇവിടെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ കഞ്ചാവുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി ഉണ്ടെന്ന് അറിയുന്നു, അവിടെ വരുന്നു, റെയ്ഡ് നടത്തുന്നു, അതിനുശേഷം തിരിച്ചു പോകുന്നു. അങ്ങനെയല്ലാതെ മറിച്ച് ഈ എയ്ഡ് പോസ്റ്റിന്റെ അവിടെ ഒരു പോലീസിന്റെ സുരക്ഷ അല്ലെങ്കിൽ പോലീസിന്റെ പരിശോധനയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടേക്ക് ലഹരി വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ തടയാമായിരുന്നു. പക്ഷെ ഒരു പോലീസുകാരനെ പോലും കഴിഞ്ഞ 5 മാസമായിട്ട് എയ്ഡ് പോസ്റ്റിൽ കണ്ടിട്ടില്ല. അതിനുശേഷം പിന്നീട് ഓരോ സ്ഥലത്തേക്ക് നോക്കുമ്പോഴും അവിടെയൊന്നും പോലീസ് വേണ്ട സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതിൽ നിന്ന് ഒരു മാറ്റം ആ നാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് കാണിച്ചുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ ചർച്ച നടക്കുന്നു. ഇതാ ഈ പെരുമ്പാവൂരിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. യെസ് മാം, ഇതിനെ തൂത്തെറിയുക എന്നുള്ളത് തന്നെയല്ലേ ലക്ഷ്യം? ഒരു മിനിറ്റ്. യെസ്, പെരുമ്പാവൂരിന്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഓരോ ദിവസവും വാഴക്കുളം പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. എങ്ങനെയാണ് എത്രത്തോളം ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം അല്ലേ? വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത് തൂത്തെറിയുക എന്നുള്ളത് വാഴക്കുളം പഞ്ചായത്തിലാണ് ബംഗാൾ കോളനി. അപ്പൊ അത് തൂത്തെറിയുക എന്നുള്ളതാണ് ഞങ്ങളുടെ വാഴക്കുളം പഞ്ചായത്തിന്റെ ലക്ഷ്യം. പഞ്ചായത്തിലാണ് ഈ ബൈ കോളനി അല്ലേ? അത്രത്തോളം രൂക്ഷമാവാനുള്ള ഒരു കാരണം പലവിധത്തിലുള്ള ചർച്ചകളും ഒക്കെ നടന്നിട്ടുള്ള സ്ഥലം കൂടിയാണല്ലേ? പക്ഷെ ഇപ്പോഴും അതിന് സാധിച്ചിട്ടില്ല. നമ്മൾ ഇന്ന് ചെന്ന് എല്ലാം മാറ്റിക്കൊണ്ട് പോന്നാലും നാളെ വരുമ്പോൾ അതിൽ കൂടുതലാണ് അവിടെ ഉള്ള അവസ്ഥ. സോഴ്സ് എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. കണ്ടെത്താനുള്ള ഞങ്ങളെല്ലാവരും ഊർജ്ജസ്വലരായിട്ട് പഞ്ചായത്ത് പ്രതിനിധികളും ബ്ലോക്ക് പ്രതിനിധികളും എല്ലാവരും കൂടിയുള്ള കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമാണിത്. അപ്പൊ അതിന് നമ്മുടെ ആഭ്യന്തരമന്ത്രിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞങ്ങൾ നേരെയാണ്. ഓരോ തവണ അവിടുത്തെ പോയി വരുമ്പോഴും പിന്നെ ലഹരി കിട്ടുവാണല്ലേ? ഞങ്ങൾക്ക് വാഴക്കുളം ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. എന്തായാലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നല്ല മഴയാണെങ്കിലും സ്വാഭാവികമായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവുമല്ലോ ഈ ലഹരിയെ ഒഴിവാക്കുന്നതിനൊക്കെ ആയിട്ട്. അത് പിന്നീട് അത് സാധ്യമാവാതിരിക്കാൻ എന്തായിരുന്നു കാരണം എന്നുള്ളതാണ് പിന്നീട് സ്വയം തോന്നിയിട്ടുള്ളത്. ഒരുപാട് സോഴ്സ് ഉണ്ട്. ആ സോഴ്സുകൾ ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോ പിള്ളേരെ തന്നെ എടുത്തിട്ട് അവർ തന്നെ എന്ത് കണ്ടാലും അവർ മൊബൈലിൽ നമുക്ക് പകർത്തി തരാനുള്ള ഒരു ഇത് അവർക്ക് തുടങ്ങി. കുട്ടികളെ ബോധവൽക്കരണം. ലഹരി ഓരോ നാളിലും ഉയരുമ്പോഴേ ഇവരൊക്കെ പോലീസ് പിടിക്കുമ്പോഴും പെട്ടെന്ന് തന്നെ ഇവർക്കൊക്കെ പിന്നെ അവിടെ നിന്നും ഇറങ്ങാനുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് പോലീസിൽ നിന്ന് ഇറക്കുന്നതിനൊക്കെയുള്ള ഭായിമാർക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലിങ്ങും അവരുടെ ചികിത്സ ചെക്കപ്പും എല്ലാം നടത്തുന്നുണ്ട് നമ്മൾ അടുത്ത് തന്നെ എല്ലാ രീതിയിലും. അപ്പോൾ നല്ല രീതിയിലൊരു പ്രവർത്തനം ഉണ്ടാവും എന്തായാലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.